ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7th ചാപ്റ്റർ കോർഡിനേറ്റ് ജോമെട്രി ഇതിലെ എക്സസൈസ് 7.2ലെ 6ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് 1, 2, 4y, x, 6 and 3, 5 are the vertices of a parallelogram taken in order, find x and y. അപ്പോൾ എക്സിൻ്റെ വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പോയിന്റ്സ് പേര് കൊടുക്കാം. എ 1, 2, ബി 4, y 4y, സി x, 6 ആൻഡ് ഡി 3, 5. അപ്പോൾ ഇവിടെ ഒരു പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അപ്പോൾ ഇവിടെ നമുക്ക് ABCD എന്നാണ് പാരലോഗ്രാം എങ്കിൽ അവിടുത്തെ ഡയഗണൽസ് AC-യും BD-യും ബൈസെക്ട് ചെയ്യും. അപ്പോൾ ബൈസെക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് മിഡ് പോയിന്റ്സ് ആയിരിക്കും. അപ്പോൾ മിഡ് പോയിന്റ്സ് ഇവിടെ AC-യുടെയും BD-യുടെയും മിഡ് പോയിന്റ്സിൻ്റെ അതിൻ്റെ കോർഡിനേറ്റ്സ് ഒരു പോയിന്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് equal to equation x1 plus x2 by 2, y1 plus y2 by 2 ആണ്. അപ്പോൾ നമുക്കിവിടെ വാല്യൂ കൊടുക്കാം. മിഡ് പോയിന്റ് ഓഫ് AC-യും BD-യും. ദാറ്റ് ഇംപ്ലൈസ് ഇവിടുത്തെ മിഡ് പോയിന്റ് 1 plus x, AC-യുടെ x1 plus x2, AC-യുടെ A എന്നുള്ള പോയിന്റ് 1, ഇവിടെ x 1 plus x by 2, വൈയുടെ പോയിന്റ് ഇവിടെ 2 plus 6 by 2. ഇത് AC-യുടെ മിഡ് പോയിന്റ് ഈക്വൽ ടു, ഇനി BD-യുടെ മിഡ് പോയിന്റ്, ബിയുടെ വാല്യൂ ഇവിടെ 4 plus D-യുടെ ഇവിടെ 3, 4 plus 3 divided by 2, y plus 5, ഇവിടെ y ഇത് 5 plus 5 divided by 2. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. ദാറ്റ് ഇംപ്ലൈസ് 1 plus x by 2, 2 plus 6, 6 × 8, 8ൻ്റെ പകുതി 4, ഈക്വൽ ടു 4 3 7, 7 by 2, y plus 5 by 2, 1 plus x by 2 ഈക്വൽ ടു, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിൻ്റെ വാല്യൂ 7 by 2, y plus 5 by 2 ഈക്വൽ ടു 8ൻ്റെ പകുതി 4, 1 plus x ഈക്വൽ ടു 7 by 2 into 2. അപ്പോൾ 1 plus x ഈക്വൽ ടു 7 എന്നും x ഈക്വൽ ടു 7 minus 1, x ഈക്വൽ ടു 6 എന്ന് കിട്ടും. അതുപോലെ y plus 5 ഈക്വൽ ടു 4 into 2 എന്ന് കിട്ടുന്നു. y plus 5 ഈക്വൽ ടു 4 into 2, 8. y ഈക്വൽ ടു 8 minus 5, y ഈക്വൽ ടു 8 5 കുറച്ചാൽ 3 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ x ഈക്വൽ ടു 6 എന്നും y ഈക്വൽ ടു 3 എന്നും നമുക്ക് കിട്ടി. x ഉം y കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് x ആൻഡ് y ആണ് ക്വസ്റ്റ്യൻ. x ഈക്വൽ ടു 6, y ഈക്വൽ ടു 3. ഇനി ഇതിലെ 7th ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ പോയിന്റ് A where AB is the diameter of a circle whose center is 2 minus 3 and B is 1, 4. A എന്നുള്ള പോയിന്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. AB ഡയമീറ്റർ ആണ്, സെന്റർ വന്നിട്ടുണ്ട്, ബിയുടെ പോയിന്റും ഉണ്ട്. അപ്പോൾ എയുടെ പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്ത് നോക്കാം. ഇവിടെ എയുടെ പോയിന്റ് നമുക്കറിയില്ല, അതുകൊണ്ട് x, y എന്ന് എടുക്കാം. ബിയുടെ പോയിന്റ് അറിയാം, ഇത് ബി, അത് 1, 4. ഇനി സെന്റർ നമുക്ക് സി എന്ന് എടുക്കാം. സിയുടെ പോയിന്റ് 2 minus 3. ഈ AB എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് സി. കാരണം ഇത് സർക്കിൾ ആണ്, ഇത് ഡയമീറ്റർ ആണ്. അപ്പം ഈ AC-യും BC-യും റേഡിയസ് ആയിരിക്കും,
അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ സി സെൻറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സി അതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും. സി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് സി ഈക്വൽ ടു x1 plus x2 by 2, y1 plus y2 by 2. അത് x plus 1 by 2, y plus 4 by 2 ആണ്. അത് നമുക്ക് 2 minus 3 എന്ന് തന്നിട്ടുണ്ട്. x plus 1 by 2 equal to 2 എന്നും y plus 4 by 2 equal to -3 എന്ന് എടുക്കാം. മിഡ് പോയിന്റ് സിയുടെ എക്സ് കോർഡിനേറ്റ് അത് എക്സ് പ്ലസ് 1 by 2 ആണ്, അത് 2. അതുപോലെ സിയുടെ വൈ കോർഡിനേറ്റ് -3 ആണ്, അതാണ് y plus 4 by 2. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 2 into 2 ഈക്വൽ ടു 4 എന്നും അതുപോലെ y plus 4 ഈക്വൽ ടു -3 into 2 ഈക്വൽ ടു -6 എന്നും കിട്ടും. അപ്പോൾ x ഈക്വൽ ടു 4 minus 1, x ഈക്വൽ ടു 3, y ഈക്വൽ ടു -6 minus 4, അപ്പോൾ y ഈക്വൽ ടു -10 എന്നും കിട്ടും. x ഈക്വൽ ടു 3, y ഈക്വൽ ടു -10. Hence the coordinates of the point A are 3, -10 എന്ന് നമുക്ക്. ഇനി ഇതിലെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ. If A and B are -2, -2 and 2, -4 respectively, find the coordinates of P such that AP equal to 3/7 AB and P lies on the line segment AB. എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അതുപോലെ പിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. AP ഈക്വൽ ടു 7/3 AB ആണ്. എ ബിയിലാണ് ഈ പി എന്നുള്ള പോയിന്റ് ഉള്ളത്. ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എ പി ഈക്വൽ ടു 3/7 AB എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ബി പി ഈക്വൽ ടു അത് എ ബി മൈനസ് എ പി ആയിരിക്കും. അത് ഈക്വൽ ടു എ ബി മൈനസ് 3/7 എ ബി ആയിരിക്കും. അപ്പം ഇതിനെ നമ്മൾ ചെയ്താൽ 7 into AB, 7AB minus 3AB by 7, അതായത് ഈക്വൽ ടു അത് 4AB by 7 അല്ലെങ്കിൽ 4/7 AB. അപ്പം നമുക്ക് ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ AP by AB ഈക്വൽ ടു 3/7 AB ഡിവൈഡഡ് ബൈ 4/7 AB ആണ്. ഈക്വൽ ടു അത് 3 AP by AB 3/4 ആണ്. അപ്പോൾ ഇവരുടെ റേഷ്യോ 3:4 ആയിരിക്കും. സോ P divides AB internally in the ratio 3:4. ഇവിടെ A എടുക്കുമ്പോൾ P എന്നുള്ള പോയിന്റ് കൊടുക്കാം, P ഇവിടെ B. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് -2, -2. പിയുടെ നമുക്കറിയില്ല, 3:4 എന്ന് എഴുതാം. അതുപോലെ ബിയുടെ കോർഡിനേറ്റ്സ് 2, -4 ആണ്. എ ബി എന്ന ലൈനിലെ എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് ഉണ്ട്. അതിന് 3:4 എന്നുള്ള റേഷ്യോയിൽ ഭാഗിച്ചാൽ നമുക്ക് പിയുടെ കോർഡിനേറ്റ്സ് കിട്ടും. സെക്ഷൻ ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ എക്സ് കോർഡിനേറ്റ് ഓഫ് പി ഈക്വൽ ടു m1 x2 m2 x1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് ഈക്വൽ ടു 3 into m1 x2 ആണ് into 2 plus m2 4 into -2 x1 divided by 3 plus 4 equal to 3 into 2 6 minus 8 4 into -2 8 divided by 7 ആണ് equal to അത് -2/7 എന്ന് കിട്ടും. ഇനി y കോർഡിനേറ്റ് ഓഫ് P അത് m1 y2 plus m2 y1 divided by m1 plus m2 3 into -4 plus
4 into minus 2 divided by 3 plus 4. 3 into minus 4, minus 12 plus 4 into minus 2, minus 8 divided by 3 plus 4, 7. That's equal to minus 12 plus minus 8, minus 20 divided by 7. എന്ന് നമുക്ക് ആൻസർ കിട്ടി. Hence the coordinates of P equal to minus 2 by 7, minus 20 by 7 എന്ന് നമുക്ക് ആൻസർ കിട്ടും.